ഹായ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം 5 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ 2 ദിവസം മക്കൾക്ക് സ്കൂളില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം ഇവിടെ നിൽക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ മുന്നിൽ കണ്ടൊരു കാഴ്ചയാണ് ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സംഭവം. അടുത്ത വീട്ടിലൊരു നായ്ക്കുട്ടിയാണ്. ഇതിൻ്റെ പേര് കുഞ്ചു എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്കതിൻ്റെ വീഡിയോ കുറേ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഓടിക്കളഞ്ഞ്. അവൻ പിടിച്ചപ്പോൾ തന്നെ അത് ഓടിക്കളഞ്ഞ്. അപ്പം ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് രാവിലെ എഴുന്നേറ്റ പാട് ഞാൻ ഇവിടെ നിന്ന് പല്ല് തേച്ചിട്ട് പെട്ടെന്ന് ചായ കുടിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എഴുന്നേറ്റ് വരുമ്പം തന്നെ അമ്മ ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുടിക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് അപ്പോൾ ഇവിടെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇവിടെ ഉലുവക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ നിർബന്ധിച്ചപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. നമ്മൾ രാമായണ മാസത്തിൽ എല്ലാ നാടും അല്ല, കോഴിക്കോട് ജില്ലയിൽ മെയിനായിട്ട് ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേങ്കിൽ കുറച്ച് ദൂരോട്ടൊക്കെ അവർക്കിതെന്താ സംഭവം എന്ന് പോലും അറിയില്ല. ഉലുവക്കഞ്ഞി ഉണ്ടാക്കും, പക്ഷേങ്കിൽ മരുന്നൊക്കെ കഴിക്കൂലേ നമ്മൾ കർക്കിടക മാസത്തിൽ. അപ്പോൾ അത് ചെറുതായിട്ട് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് മധുരം തീരെ പറ്റൂല. അപ്പം ഞാനത് കഴിച്ചില്ല. 2 സ്പൂൺ കഴിച്ച് ഞാൻ അവിടെ തന്നെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാറില്ല കേട്ടോ ഇത്. അപ്പം ഞാൻ പുട്ടും കറിയും ആണ് കഴിച്ചത്. നല്ല ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും അതൊക്കെ ഇട്ടിട്ട് വെച്ച ഒരു ബാജിക്കറി എന്ന് പറയാം. അതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മെയ് മാസം ലാസ്റ്റ് പോയതാണ് കേട്ടോ. 2 മാസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ കൂട്ടിയപ്പോൾ 2 മാസം താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് സ്കൂൾ തുറക്കുന്ന തലേ ദിവസമായിരുന്നു. അതിന് ശേഷം വരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെയും കുഞ്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിടിച്ച് നിപ്പിച്ച് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊന്നും ചെയ്യൂല കേട്ടോ. എൻ്റെ പേടി മാത്രമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇതിനെ കാണാൻ. അപ്പോൾ അമ്മ രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ ഞാനാണ് ചെയ്തത്. വേഗം തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്തു. ഞാനിവിടെ വന്നാൽ എനിക്ക് മെയിനായിട്ടുള്ള പണിയെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ക്ലീനിങ്, അടിച്ചു വാരുക, തുടക്കുക, കഴുകി വെക്കുക പ്ലേറ്റൊക്കെ. ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല. ചോറൊക്കെ അമ്മ രാവിലെ വെച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ചൂല് കണ്ടു, എന്നെക്കാട്ടും വലിപ്പമുള്ള ചൂലാണ് കേട്ടോ. നീളം ഭയങ്കര നീളമാണ്. അപ്പോൾ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയിട്ട് പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പണി ഇനി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ കറിയൊക്കെ റെഡിയാക്കി. ഇപ്പോൾ സമയം രാവിലെ തന്നെയാണ് കേട്ടോ. സമയം അത്രയേ ആയിട്ടുള്ളൂ. പക്ഷേ അമ്മ പോകുന്നതിന് മുന്നേ ചെയ്ത് വെക്കുന്ന പണിയാണ്. അപ്പോൾ ബാക്കിയായതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ വറവിടാൻ വേണ്ടി കടു നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് വറവിട്ട് വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല വെയിലായിരുന്നു. ഇതാ എൻ്റെ വീടിന് മുൻവശത്തുള്ള ഒരു പറമ്പാണ് ഇത്. ചെറിയൊരു പറമ്പാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ വരണ്ടുണങ്ങിയൊരവസ്ഥയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണല്ലോ.
ഇപ്പം എന്ന് വെച്ചാൽ മഴയൊക്കെ ആയതിന് ശേഷം പുല്ലൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടുണ്ട്. ഈ ഒരു സംഭവം കണ്ടോ, ഇത് കുമ്പളം, നമ്മളെ പായസം വെക്കുന്ന കുമ്പളത്തിൻ്റെ ഇതാണേ. പക്ഷേങ്കിൽ നിറയെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ അതൊക്കെ വെട്ടി മാറ്റി ആക്കുവാണ്. ഉണ്ടാവാത്തതുകൊണ്ട് കാട് പിടിച്ച് നിന്നതുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു ചെടി കണ്ടോ, അതില്ലേ നമ്മൾ തെച്ചിയില്ലേ, തെച്ചീൻ്റെ ഒറിജിനൽ, അതായത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെടിയാണ് കേട്ടോ, ഒറിജിനൽ തെച്ചിയല്ല. അപ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. അതിൻ്റെ കളറെന്ന് വെച്ചാൽ അതിൽ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അത്ര കളറ് കൊടുക്കുന്നില്ല. അപ്പോൾ നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ വന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന്. ആ ഉദ്ദേശമാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മളെ ആരോഗ്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 10-20ഓളം മരുന്നുകൾ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് ഉലുവക്കഞ്ഞിയായിട്ടും ലേഹ്യമായിട്ടും പൊടിയായിട്ടും മരുന്നായിട്ടും ഒക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കിയത് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 5-6 കൊല്ലമായി ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കയ്പ്പുള്ളൊരു സാധനമാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കയ്പ്പായിരിക്കും, പിന്നെ അത് അത്ര കയ്പ്പായിട്ട് നമുക്ക് തോന്നില്ല. നോർമലി ഇതിന് നല്ല കയ്പ്പാണ്. പക്ഷേ എങ്കിൽ ഇത് വയനാട്, കാസർഗോഡ്, മലപ്പുറം ഈ ജില്ലകളിലുള്ള അവരൊന്നും ഇത് കഴിക്കില്ല. അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ മരുന്നൊക്കെ കാണുന്നത്. എന്നാൽ അവരിപ്പോഴും കഴിക്കില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമൊന്നും. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കൃഷിത്തോട്ടം കാണാം. കുഞ്ഞു കൃഷിത്തോട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ മാത്രമാണ്, കൂടുതലായിട്ട് മുളക് തൈയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. ചെറുതായിട്ടും വലുതായിട്ടും മുളക് തൈയാണുള്ളത്. അതിനുശേഷം ഞാൻ ഫുഡ് എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തത് കേട്ടോ. നിങ്ങൾ കുറേ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഒറ്റയ്ക്കാണെന്ന്. അല്ല കേട്ടോ, മക്കൾക്കും കൂടിയാണ്. പിന്നെ അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫുള്ള് വിശ്രമത്തിലായിരുന്നു കേട്ടോ.